വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ SFI കോളേജ് യൂണിറ്റ് സെക്രട്ടറി അമൽ ഇക്സാന് കീഴടങ്ങി. മറ്റൊരു പ്രതിയെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നേരത്തെ സർവകലാശാല യൂണിയൻ പ്രസിഡന്റ് അരുൺ കൽപ്പറ്റ DYSP ഓഫീസിൽ കീഴടങ്ങിയിരുന്നു. അരുൺ പാറയ്ക്കൽ വയനാട്ടിൽ നിന്ന്. അരുൺ, ഒരാൾ കൂടി കീഴടങ്ങുന്നു. വിവരങ്ങൾ എന്തൊക്കെ? ഉന്മേഷ്, ഇപ്പോൾ 3 പേരാണ് ആകെ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇന്ന് രാത്രി ആദ്യം 10 മണിയോടുകൂടി SFI കോളേജ് യൂണിയൻ പ്രസിഡന്റ് അരുൺ പോലീസിന് മുൻപിൽ കീഴടങ്ങുന്നു. കൽപ്പറ്റ DYSP അന്വേഷണ ഉദ്യോഗസ്ഥനായ TN സജീവന് മുൻപാകെയാണ് ഈ അരുൺ കീഴടങ്ങുന്നത്. അതിന് പിന്നാലെ തന്നെ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി അമൽ ഇക്സാൻ കീഴടങ്ങി. തൊട്ട് പുറകെ പോലീസ് മറ്റൊരാളെ കൂടി കസ്റ്റഡിയിലെടുത്തു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും അയാളുടെ പേര് വിവരങ്ങളൊന്നും തന്നെ പോലീസ് പുറത്ത് പങ്കുവെക്കുന്നില്ല. ഇയാളും ഈ 12 പേര്, അതായത് കസ്റ്റഡി പോലീസിന്റെ ആദ്യ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്ന 12 പേരിൽ ഉൾപ്പെട്ട ആളാണ് എന്നാണ് നമുക്ക് പുറത്തു വരുന്ന സൂചനകളിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇനി പോലീസ് ഇപ്പോൾ നിലവിൽ 10 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തും അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇനി 8 പ്രതികളെ കൂടി പോലീസ് പിടികൂടാനുണ്ട്. 8 പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇതിൽ പ്രധാനമായ ഒരു കാര്യം, ഈ 2 പേരും, അതായത് SFI നേതാക്കളായ 2 പേരും വയനാട് മാനന്തവാടി സ്വദേശികളാണ് എന്നുള്ളതാണ്. അമൽ ഇഖ്സാൻ മാനന്തവാടി ക്ലബ്ബ് കുന്ന് സ്വദേശിയാണ്. അരുൺ മാനന്തവാടി കണിയാരം സ്വദേശിയാണ്. ഇരുവരും കൃത്യത്തിൽ നേരിട്ട് പങ്കെടുക്കുകയും ഗൂഢാലോചന ഉൾപ്പെടെ പങ്കെടുക്കുകയും ചെയ്തു എന്നാണ് പോലീസിൽ നമുക്ക് ലഭിക്കുന്ന സൂചന. ഇന്നലെ അറസ്റ്റിലായ 6 പ്രതികളും ഇതുമായി ബന്ധപ്പെട്ട മൊഴി തന്നെയാണ് പോലീസിന് നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ പ്രതികളുടെ അറസ്റ്റ് പോലീസ് നാളെയായിരിക്കും രേഖപ്പെടുത്തുക എന്ന് അറിയാൻ സാധിക്കുന്നു. നിലവിൽ പോലീസ് പ്രതികളെ ചോദ്യം ചെയ്തു വരികയാണ്. ഉന്മേഷ്. അരുൺ പാറയ്ക്കൽ വയനാട്ടിൽ നിന്ന്.